കുറിച്ച് പറയുമ്പോൾ ഒരു കൃത്യമായി ഒരു അടിത്തറ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഹദീത്ത് വരണം. ഏതാ ഹദീത്ത് എന്നല്ലേ? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സാമ റമദാൻ, ഒരാൾ റമദാനിൽ നോമ്പെടുത്തു, ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി. പ്രിയപ്പെട്ടവരെ, രണ്ടു കാര്യമാണ് നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈമാൻ വേണം. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? നമ്മളോട് ചോദിക്കാണ്, എന്താണോ ഈമാൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മറുപടി പറഞ്ഞു കൊടുക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് ദഅവത്ത് നടത്തിയത് അല്ലാഹ് ഉണ്ട് എന്നാണോ? അല്ല കൂട്ടരെ, അല്ലാഹു ഉണ്ട് എന്നല്ല. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഹജ്ജ് ചെയ്തിരുന്നു, അവർ അറവ് നടത്തിയിരുന്നു, അവർ നേർച്ച നേർന്നിരുന്നു, അവർ സത്യം ചെയ്തിരുന്നു. അവരോട് ചോദിക്കണം, ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് സസ്യലതാദികളെ മുളപ്പിച്ചത്? അവർ പറയും അല്ലാഹ്. പിന്നെയോ അള്ളാനെ പഠിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അബൂജഹലിനെ പോലെ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അള്ളാഹു ഉണ്ട്, പക്ഷെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ. പിന്നെയോ അള്ളാഹുവിലേക്ക് നമുക്ക് ശുപാർശകർ വേണം. നേരിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പൊ ലാത്ത വേണം, ഉസ്സ വേണം, മനാത്ത വേണം. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസം ഒരു തന്നെയല്ലേ? അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നേർച്ചക്കാർ വേണം, അമ്പിയാക്കൾ വേണം, അമ്പിയാ മുർസലീങ്ങൾ വേണം, ഔലിയാക്കൾ വേണം. അങ്ങനെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, അത് പിഴച്ച അബൂജഹലിന്റെ വിശ്വാസമാണ്. അബൂജഹലിന്റെ സങ്കേതം എവിടെയാണ്? നരകത്തിയിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു ആദർശം എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, നേർച്ച അല്ലാഹുവോട് മാത്രം, സത്യം ചെയ്യുന്നത് അല്ലാഹുവോട് മാത്രം, അറവ് നടത്തുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം, സകലമായ ആരാധനകളും അല്ലാഹുവിന് വേണ്ടി മാത്രം. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു കബൂലാക്കണമെങ്കിൽ ആ നിസ്കാരത്തിൽ നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു പ്രതിജ്ഞയുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കണേ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്കും അത് ഓഫർ കൊടുത്തിട്ടില്ല. അന്റെ പേരെന്താ? അബൂബക്കർ, പോയിക്കോ സ്വർഗ്ഗത്തിലേക്ക്. അങ്ങനെയല്ല. അന്റെ പേരെന്താ? ഖദീജ, പോയിക്കോ സ്വർഗ്ഗത്തിലേക്ക്. അങ്ങനെയല്ല. പിന്നെയോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. അപ്പൊ നമ്മൾ എപ്പോഴാ മരിക്കുക? അറിയൂല. അപ്പൊ മരിക്കുന്നത് വരെയും നമ്മൾ ഇസ്ലാമിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം. കാര്യം എന്താണ്? ദീനിലാണ് നമ്മൾ തെറ്റിപ്പോവുക. ഇനി ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ വിഷയം നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത്, ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, അതേപോലെ തന്നെ ജുമാക്ക് പോകുന്നുണ്ട്, എന്റെ കുട്ടി മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ സമ്മേളനങ്ങൾക്കും പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഖീദയിൽ പരീക്ഷണങ്ങൾ വരും. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു കുട്ടി പ്രസവിച്ചാല് ഉമ്മമാരെന്ത് ചെയ്യും? നമ്മുടെ ഉമ്മമാരല്ല കേട്ടോ, ഇങ്ങനെ കറുത്ത ഒരു കൺമഷി കൊണ്ടും അങ്ങനെ ഒരു കുത്തു. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇത്രയും ഒരു വെളുത്ത കുട്ടിന്റെ ഇങ്ങനത്തെ ഒരു സാധനം ഇടുന്നത്? അതേപോലെ തന്നെ കരിവളടും. അങ്ങനെ ഇടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിലുള്ള അപകടം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൈകളിൽ സ്വർണത്തിന്റെ വളകൾ ഉണ്ടെങ്കിൽ പോലും അതിലൊരു കരിവള ഉണ്ടാവും. പിന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഇപ്പൊ പല നാട്ടിലും പല പേരാണ്. നമ്മളെ ഈ അരഞ്ഞാണായിട്ട് ഇടുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുന്താണി നമുക്ക് പറയും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട, എന്തിനാന്ന് ചോദിച്ചാൽ പല ആൾക്കാരും കുട്ടിനെ കാണാൻ വരുന്നതല്ലേ. അപ്പോഴോ കുട്ടി നിർത്താതെ കരയും, കുട്ടി നിർത്താതെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതൊന്ന് കണ്ടറിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് സമാനല്ലേ നമ്മൾ വീട് കെട്ടുമ്പോ നോക്കടാ കരിങ്കണ്ണ എന്ന് പറഞ്ഞിട്ട് കമിഴ്ത്തുന്നത്?
പ്രിയപ്പെട്ടവരെ, പിന്നെ കണ്ണേറുണ്ട്. അങ്ങനെ കണ്ണേറുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അള്ളാഹിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അടയാളങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഞാനൊരു സംഭവം പറയാം. ഇപ്പൊ ഈ അടുത്ത് വീട്ടിലൊരു ചർച്ച വന്നു. അതായത് കുടുംബത്തിൽ നിന്ന് പ്രസവത്തിന് കൊണ്ടുപോയ